മത്തായി എഴുതിയ സുവിശേഷം 6:25. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, എന്തു തിന്നും എന്തു കുടിക്കും എന്ന് നിങ്ങളുടെ ജീവനായി കൊണ്ടും എന്തു ഉടുക്കും എന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത്. ആഹാരത്തേക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലയോ? നമ്മുടെ ജീവനും ജീവിതവും ഏറ്റവും നന്നായി അറിയുന്ന ഒരാളിൽ നിന്നുള്ള ഉപദേശം എത്ര പ്രാധാന്യമർഹിക്കുന്നതാണ്. അങ്ങനെയെങ്കിൽ അതിനുമപ്പുറം അറിയുന്ന യേശു നൽകുന്ന ഉപദേശത്തെ ഒരു കൽപ്പനയായി തന്നെ സ്വീകരിക്കാൻ കഴിയും. ദിനം പ്രതിയുള്ള ജീവിതത്തെയും ആയുസ്സിനെയും അതിനാൽ നിത്യതയെയും സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു കൽപ്പനയാണ് യേശു ഇവിടെ നൽകിയിട്ടുള്ളത്. മാത്രമല്ല, നമ്മേക്കാൾ അധികം നമ്മെ അറിയുന്ന ദൈവത്തിന് കൃത്യമായ കരുതലുള്ളതിനാൽ ആകുലപ്പെടരുത് എന്ന് അവിടുന്ന് പഠിപ്പിക്കുന്നു. മനുഷ്യർ ഭൂമിയിൽ ഏത് കാര്യം ചെയ്യുമ്പോഴും അതിൻ്റെയെല്ലാം സ്വാഭാവിക ലക്ഷ്യം തൻ്റെയും തൻ്റെ പ്രിയപ്പെട്ടവരുടെയും തൻ്റെ വംശത്തിൻ്റെയും നിലനിൽപ്പാകയാൽ അടിസ്ഥാനപരമായി അത് ജീവനെക്കുറിച്ചുള്ള ചിന്തയാണ്. വിചാരപ്പെടുക എന്നതിനർത്ഥം ചിന്തിക്കുക എന്നല്ല. എന്നാൽ വിചാരപ്പെടുന്നവർക്ക് ശരിയായി ചിന്തിക്കാൻ കഴിയുകയില്ല എന്നത് യാഥാർത്ഥ്യം. ശാന്തമായി ചിന്തിച്ച് ഓരോ വിഷയങ്ങൾക്കും പരിഹാരമുണ്ടാക്കാനും ഭംഗിയായി ആസൂത്രണം ചെയ്യാനും കഴിയുന്നത് മനുഷ്യന് ദൈവം നൽകിയ സവിശേഷ കഴിവാണ്. ആ ദൈവം മനുഷ്യനോട് ചിന്തിക്കരുത് എന്നൊരിക്കലും കൽപ്പിക്കുകയില്ല. ജീവൻ നിലനിൽക്കാൻ തിന്നുകയും കുടിക്കുകയും വേണമെന്നാണ് സ്വാഭാവിക അറിവ്. എന്നാൽ അത് ദൈവത്തിൻ്റെ കരുതലിലുള്ള കാര്യമാണ് എന്നതാണ് ആത്മീയ അറിവ്. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് അറിയാൻ ആകാശത്തിലെ മന്ന 40 വർഷം ഇസ്രായേൽ ജനത്തിന് നൽകിയെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. മനുഷ്യൻ അപ്പം ഭക്ഷിക്കുമ്പോഴും അതിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ വചനമാണെന്ന് തിരിച്ചറിഞ്ഞാൽ ആ ദൈവത്തിന് നമ്മുടെ ആവശ്യങ്ങളെല്ലാം തക്ക സമയത്ത് നടത്തിത്തരാൻ കഴിയുമെന്ന് വിശ്വസിച്ചാൽ മനസ്സ് ശാന്തമാകും, ആകുലങ്ങൾ അകലും, ശരിയായി പ്രവർത്തിക്കാൻ കഴിയും. അത് ഈ ലോകത്തിലും വരാനുള്ള ലോകത്തിലും അനുഗ്രഹം പ്രാപിക്കാൻ മുഖാന്തരമാകും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.